ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പൊ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് നമ്മുടെ ഈ ഒരു ചെറിയൊരു ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. പ്രത്യേകതകൾ അങ്ങനെ ഒന്നും ഇല്ല. മിക്ക ദിവസവും എന്നും ഒരേ റുട്ടീനൊക്കെ തന്നെയാണ്. എന്നാലും കമന്റ്സിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് നല്ല സന്തോഷമാണ് നമ്മുടെ വീഡിയോ കാണുമ്പോൾ, ഹാപ്പി ആയിട്ട് ഇരിക്കും, നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ കുറെ പേർക്ക് ജിമ്മിൽ പോണതും നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പറയുന്നതൊക്കെ ആ ഒരു ഇത് കാണിക്കുന്നതൊക്കെ അതും അവർക്കൊരു മോട്ടിവേഷൻ ആണെന്ന് കേൾക്കുന്നു. അപ്പൊ അങ്ങനെ കമന്റ്സിൽ വായിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആട്ടോ. പിന്നെ നമുക്ക് സാമ്പാർ വെക്കാം, അമരപ്പയർ തോരൻ ഉണ്ടാക്കാം ട്ടോ. അപ്പോ നമുക്കിന്ന് ദോശ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇഡ്ഡലി ദോശ ഉണ്ടാക്കാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ കുറെ ദിവസമായിട്ട് മിക്ക സമയം ഞങ്ങള് ദോശ ഉണ്ടാക്കാം. കാരണം ഈ പിള്ളേർക്ക് പ്രത്യേകിച്ച് പാറുവിന് നമുക്ക് ഈ ദോശ നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ കറുമുറുന്ന് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ദേ തീ മൂട്ടിയിട്ടുണ്ട്, അരി ഇട്ടിട്ടുണ്ട്, വെള്ളം കാഞ്ഞ് അരി ഇട്ടിട്ടുണ്ട് ട്ടോ. ബ്രൗൺ റൈസ് ആണ് ഇന്ന് വെക്കണത്. അപ്പോ കഷ്ണങ്ങൾ ഞാനിപ്പോ അങ്ങനെ അത്ര എനിക്ക് നേരമില്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മൂന് NCCയുടെ എന്തെങ്കിലും രാവിലെ നേരത്തെ പോകണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് തലേദിവസം അരിഞ്ഞു വെക്കുള്ളൂ കഷ്ണമൊക്കെ. അല്ലെങ്കിൽ ഞാൻ അരിഞ്ഞു വെക്കാറൊന്നുമില്ല. അപ്പൊ തന്നെ ചെയ്യേണ്ടത് നമ്മൾ എന്തായാലും 4 മണി തൊട്ട് നമുക്കൊരു 5:45 വരെ സമയമുണ്ട്. അപ്പൊ ആ സമയം കൊണ്ട് എല്ലാം ആവും. അത് കഴിഞ്ഞാലാണല്ലോ നമ്മൾ പോവാ ജിമ്മിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അരിഞ്ഞ് കഷ്ണങ്ങളൊക്കെ അരിയുന്നുണ്ട്. അപ്പൊ പിന്നെ സാമ്പാർ വെച്ച് നമുക്ക് രണ്ടുണ്ട് കാര്യം. ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും രാവിലെ അമ്മൂനാണെങ്കിൽ സാമ്പാർ കൂട്ടി അത് കഴിക്കാം. പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് നമുക്ക് ചാറുകറി സാമ്പാറായി. പിന്നെ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ 2 നേരത്തേക്കായിട്ട് ഇങ്ങനെ കഴിയും കറികൾ സാമ്പാർ ഉണ്ടാക്കുമ്പോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പാറും അധികം അങ്ങനെ കഴിക്കലില്ല ഇഡ്ഡലി. പക്ഷെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോ നമ്മളിത് ഇഡ്ഡലി മാവ് ഒഴിച്ച് നമ്മൾ അങ്ങോട്ട് വെക്കാട്ടാ. എന്തായാലും ഒരു പരീക്ഷണം. ഞാൻ അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കലില്ല. പാറുവിന് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ടാണ് ഉണ്ടാക്കാത്തത്. അമ്മുവിന് പിന്നെ അങ്ങനെയൊന്നുമില്ല. അമ്മു എന്തും കഴിക്കും. ആൾക്ക് അങ്ങനെ ഇന്നത് വേണം ഇന്നത് വേണ്ടാന്നൊന്നുമില്ല. പിന്നെ ആൾക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പൊ കുറെ ആയിട്ട് ആൾക്ക് എരിവാണ്. മധുരമൊക്കെ ആള് കുറെ പറ്റെ ഒഴിവാക്കിയേക്കാണ്. ആൾക്ക് വലിയ താല്പര്യം ഇല്ല ഇപ്പൊ. ഒഴിവാക്കിയോടുകൂടി ആൾക്ക് ഇഷ്ടമില്ലാണ്ടായി. അതാണ് അതിന്റെ മെയിൻ കാര്യം. മധുരത്തിന്റെ ഒരു വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. വല്ലപ്പോഴും ഒരു തരി അങ്ങനെ കഴിച്ചു. പക്ഷെ എരിവ് ആൾക്ക് ഇഷ്ടാട്ടോ അപ്പൊ. അപ്പൊ ഞാൻ ദേ നമ്മുടെ ഒരു കപ്പ് വെള്ളം കുടിച്ചു. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് പണിയൊന്നും ഒതുങ്ങിയപ്പോ ഞാൻ അടുപ്പത്തേക്ക് കുക്കറിൽ സാമ്പാറിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി തോരൻ വെക്കേ വേണ്ടു. അപ്പൊ ഞാൻ നമ്മുടെ കാപ്പിയില്ലേ അത് വെച്ച് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ട് കുടിക്കാട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്തു. അപ്പൊ ഞാൻ ഊറ്റി വെക്കാം. പിന്നെ അമ്മൂനുള്ളത് ജസ്റ്റ് ഒന്ന് പാത്രത്തിലിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാലോ. അപ്പൊ നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട്. മേശയുമ്പോ ഞാൻ എല്ലാം കൊണ്ടുവന്ന് വെക്കും. അമ്മൂന് അതെടുത്ത് കഴിക്കുക. പിന്നെ അവൾക്ക് ചോറും പാത്രത്തിൽ ഞാൻ നേരത്തെ തന്നെ ഞാൻ അതിങ്ങനെ അടച്ചു വെക്കില്ല. കാരണം നല്ല ചൂടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവള് പോണ നേരത്തേക്ക് ഒരു 7:15 ആകുമ്പോ അവൾ അതെടുത്തിട്ട് ബാഗിലേക്ക് അപ്പേക്ക് ചൂടാറും. എന്താന്ന് വെച്ചാലേ ചിലപ്പോ നമ്മള് തേങ്ങയൊക്കെ ഇടുന്നതാണെങ്കിൽ ഒരു ചെറിയൊരു സ്മെല്ല് വരും. ഉച്ചവരെ അങ്ങനെ അടഞ്ഞിരിക്കില്ല ഇത്രയും ചൂടോട് കൂടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ച് എന്താ പറയാ ഇങ്ങനെ അവൾക്കത് അവിടെ തുറന്ന് വെക്കും മേശമേ ടേബിളിമേ. അവളതെടുത്ത് കൊണ്ടുപോകും. അപ്പൊ അതൊക്കെയാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട്. ഫുഡിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ചോറ് ഊറ്റി കലം കഴുകി വെച്ചു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ട്ടോ. പിന്നെ നമ്മള് കഞ്ഞിവെള്ളം ഒന്നും അങ്ങനെ എടുത്ത് വെക്കാത്തതുകൊണ്ട് തന്നെ കൈയോടെ തന്നെ കലമൊക്കെ കഴുകി അടുപ്പത്ത് തന്നെ വെക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കും. വേണമെങ്കിൽ ചെറു ചൂടുവെള്ളമൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ അതിനെടുത്ത് കുടിക്കാലോ. അപ്പൊ ദേ അമ്മുവിന്റെ സോറി നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി. നമുക്ക് ദേ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ ഇഡലി ഒരു തട്ടിലും കൂടി അവിടെ ഉണ്ട് ട്ടോ. ഞാൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ചിലപ്പോ ചേട്ടന് ഇഡലി ആണെങ്കിൽ ചിലപ്പോ കഴിക്കും വേണമെന്ന് പറയുന്നതുകൊണ്ട് തന്നെ. പിന്നെ ദേ സാമ്പാർ, അമരപ്പയർ തോരൻ, പിന്നെ ദേ കുറച്ച് നമ്മുടെ ഉണക്കപ്പയർ ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അത് ചേട്ടന് ഇങ്ങനത്തെ പയറുവർഗ്ഗങ്ങൾ ഇഷ്ടം. പിന്നെ നമുക്ക് പ്രോട്ടീൻ നല്ലതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് പാറുവിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പാറുവിന് ഇഡലി കൂടെ ഞാൻ കുറച്ച് ചട്നി എരിവിടാണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ട്ടോ, വെള്ള ചട്നി. അങ്ങനെ ദേ ഞാൻ റെഡിയായി. നമുക്ക് ജിമ്മിലേക്ക് പോണ്ടേ. അപ്പൊ ഇന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില സമയം നടന്നു പോകുമ്പോൾ ആളെന്നോട് പറയും, ഇന്ന് ഞാൻ നിന്നെ കൊണ്ടാക്കും, നീ എന്നെ വിളിക്കാണ്ട് പോകരുത് ട്ടാ, ഞാൻ നിന്നെ കൊണ്ടുവന്നാക്കാന്നൊക്കെ. അങ്ങനെ ഞാൻ ചേട്ടനെ വിളിച്ചു. പിന്നെ അമ്മുവിനെ വിളിച്ചു. പാറു പിന്നെ അവിടെ കിടന്ന് ഉറങ്ങും. ആൾക്ക് പിന്നെ അങ്ങനെ ഇങ്ങനെ ചിലപ്പോഴാണ് എണീക്കുള്ളൂ. ചിലപ്പോൾ എണീക്കില്ല. എണീറ്റാൽ തന്നെ ചേച്ചി ഉള്ളത് കാരണം ചേച്ചിയുടെ കൂടെ കിടന്ന് ഉറങ്ങിക്കോളും. അങ്ങനെ ദേ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. നല്ല മഴയുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ നമുക്കിനി നേരെ ജിമ്മിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ നമ്മള് ജിമ്മിലേക്ക് പോകുമ്പോ. എന്ന് വെച്ചാല് മനസ്സുകൊണ്ട് നല്ലൊരു ഉന്മേഷം കിട്ടും, ഒരു ഉണർവ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നമുക്ക് വേണ്ടി സ്വന്തമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കല്ലേ. പിന്നെ ഞാൻ എന്നും ഇങ്ങനെ ഫോൺ എടുത്ത് പരിപാടീസ് ഒന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ ദേ ഇവിടെ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. മഴവില്ലിൻ നീലിമ കണ്ടേ പാട്ടാട്ടോ പാടുന്നു. അങ്ങനെ ഞാൻ ആദ്യം ചെയ്യുന്നതെന്നറിയോ, ഞാൻ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല എന്താ ചെയ്യാന്നുള്ളത്. മിക്ക ദിവസം ഞാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാം, ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ അങ്ങനെ എന്നെ തന്നെ കണ്ണാടിയിൽ നോക്കും. ഇന്ന് ജിമ്മിലേക്ക് വരാൻ എനിക്ക് പറ്റി. അതുപോലെ തന്നെ എന്റെ റുട്ടീനൊക്കെ കാലത്ത് ഈ നേരം വരെ എനിക്ക് ചെയ്യാൻ പറ്റി.
ഇനി അങ്ങോട്ടും എനിക്കത് സാധിക്കും. ഇപ്പൊ ഈ കിട്ടിയിട്ടുള്ള എന്റെ ഈ ഒരു അച്ചീവ്മെന്റ് ഉണ്ടല്ലോ, ബോഡിയിലാണെങ്കിലും മെന്റലി ഫിസിക്കലി, അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ സംസാരിക്കും കണ്ണാടിയിൽ നോക്കിയിട്ട്. അതാണ് ഞാനത് കാണിക്കാറില്ലെങ്കിലും ജസ്റ്റ് ഇന്ന് എനിക്ക് പറയണം തോന്നിയതാട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് എന്റെ വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ കോർ വർക്കൗട്ട് ആട്ടോ. അതായത് എല്ലാവരും കൂടിയിട്ട് ആപ്സിനുള്ള കോർ വർക്കൗട്ട് ആണ്. അപ്പൊ നമ്മുടെ കോച്ച് ഉണ്ട്. കോച്ച് നമ്മളെ എന്താ പറയാ, നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരും. എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യാ. പിന്നെ ഈ കോർ വർക്കൗട്ട് എന്ന് പറയുമ്പോഴേ എല്ലാരും കാണും. അപ്പൊ ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് നമ്മുടെ കോച്ചാട്ടോ പോണത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് എന്താ പറയാ, കാണിക്കാനൊരു മടിയാണ്. പിന്നെ ഞാന് നമുക്ക് ആപ്സിന്റെ പല ടൈപ്പ് വർക്കൗട്ട് ചെയ്യും. അതുപോലെ തന്നെ എല്ലാം ചെയ്യും. പ്ലാങ്ക്, പുഷപ്സ്, അങ്ങനെ എല്ലാം ഇതിൽ പെടും ട്ടോ. എല്ലാരും കൂടി ചെയ്യുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ്. പിന്നെ നമ്മള് പക്ഷെ എനിക്കൊന്നും അങ്ങനെ അധികം ചിലപ്പോ അതൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ നമുക്കത് എല്ലാരും കൂടി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ കിട്ടും. നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ ഇമ്പ്രൂവ് ആക്കണം എന്നുള്ളൊരു ഇത് നമുക്ക് വരും. പിന്നെ പ്ലാങ്ക് ചെയ്യും. അത് ഞാൻ എന്നും ചെയ്യാറുണ്ട്. എന്റെ മുട്ടിന്റെ 2 സൈഡിലും കയമ്പാണ് പ്ലാങ്ക് ചെയ്ത്. ഞാൻ ഈ ജിമ്മിൽ വന്ന സമയം തുടങ്ങി ഞാൻ ചെയ്യണതാട്ടോ. എന്നും പ്ലാങ്ക് ചെയ്യും. കറക്റ്റ് 1 മിനിറ്റ് പ്ലാങ്ക് ചെയ്യും. ആദ്യമൊക്കെ 3 മിനിറ്റോളം പ്ലാങ്ക് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഞാൻ ജസ്റ്റ് പൊന്തി നിൽക്കുന്നുണ്ടെന്ന് തോന്നി കുറെ സമയം നിൽക്കുമ്പോഴേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് നിൽക്കുക, 1 മിനിറ്റ് നിൽക്കുക, അതല്ലേ അങ്ങനെ. പിന്നെ നമുക്ക് സൈഡ് പ്ലാങ്ക് ഉണ്ട്, അത് ചെയ്യും. പിന്നെ റിവേഴ്സ് പ്ലാങ്ക് ഉണ്ട് ട്ടോ. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ സ്ഥിരം ചെയ്യാറില്ല കേട്ടോ. അപ്പൊ സൈഡ് പ്ലാങ്ക് സമയം വെച്ചിട്ടാണ്, ടൈമർ വെച്ചിട്ടാ ചെയ്യാ. അങ്ങനെ അപ്പൊ ഒരു 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 നല്ലൊരു ഹാപ്പി മൂഡാണ്. പിന്നെ സ്ട്രെച്ചിങ് ചിലർ ഒരുമിച്ച് സ്ട്രെച്ച് ചെയ്യും. അങ്ങനെ അപ്പൊ ഇന്നത്തെ വിശേഷം അതാണ്. അതായത് ഇന്നത്തെ ദിവസം നമ്മൾ ഫുള്ളി ഈ കാര്യങ്ങളാണ് ചെയ്യുക. പിന്നെ ഞാൻ വാമപ്പിന്റെ കൂടെ എന്റെ കുറച്ച് എക്സസൈസ് കാർഡിയോ കാര്യങ്ങൾ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ കോർ വർക്കൗട്ടിന് വന്നിരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ 7:30 ആയി. അപ്പൊ ചേട്ടൻ വരും. ചേട്ടൻ എന്താ വെച്ചാൽ അമ്മു ട്യൂഷന് പോകുമ്പോ അമ്മുവിനെ ട്യൂഷന് കൊണ്ടുവന്നാക്കിയിട്ട് നേരെ എന്റെ ജിമ്മിന്റെ കൂടെ പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ചേട്ടന് 7:30 ആകുമ്പോഴാണ് അമ്മു ഇറങ്ങുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ 7:30 ആകുമ്പോൾ കഴിയുകയും ചെയ്യും. അപ്പൊ ഞാൻ ചേട്ടൻ വരും. അപ്പൊ ഞാൻ നേരെ ആള് വണ്ടി വരുമ്പോ ആളെ കൂടെ പോവും. അങ്ങനെയാണ്. പിന്നെ സ്കൂളില്ലാത്ത ദിവസം അല്ലെങ്കിൽ ചേട്ടന് വരാൻ പറ്റിയ ദിവസം നടന്നു പോകും. അപ്പൊ ഞാൻ കുറച്ചും കൂടി നേരെ ഇരുന്ന് ചെയ്യും. അങ്ങനെ ദേ നമ്മുടെ സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചേട്ടൻ വന്നു. അങ്ങനെ നമുക്ക് ദേ വീട്ടിലെത്താം. പിന്നെ നമ്മുടെ പ്രോട്ടീൻ കുടിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അതൊക്കെയാണ് പരിപാടി. അപ്പൊ ഇന്ന് പാറുവിന് പോവാത്തോണ്ട് തന്നെ പാറൊന്നും പോകണില്ല കേട്ടോ സ്കൂളിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഫുഡ് അടി പരിപാടി. അപ്പൊ തിന്നിട്ട് പാറൊരു തലമുള്ളൊരു ഉണ്ടകിടുന്ന കാട്ടും. അച്ഛനും മോളും കൂടി പല്ലേക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്ന കോലാഹലങ്ങൾ. അപ്പൊ പാറക്കുട്ടി ഫുഡ് കഴിക്കാട്ടെ. ഇഡലിയാണ്, ചട്നി കുട്ടി. അപ്പൊ അവളെ ടീച്ചർ ഒന്ന് ലീവ്, അതുകൊണ്ടാണ് ഞാൻ അവളെ വിടാഞ്ഞ കേട്ടോ. ടീച്ചറായിട്ട് ഭയങ്കര പെറ്റാണ്. ടീച്ചർ ഇല്ലെങ്കിൽ ആൾക്ക് സങ്കടം വരും. അതാണ്. അപ്പൊ ഞാൻ അമ്മുവിന്റെ റൂമിലേക്ക് ഒന്ന് പോകട്ടെ. അമ്മു പോയി. അപ്പൊ ഞാൻ ഇടയ്ക്ക് നമ്മുടെ മക്കളുടെ മുതിർന്ന മക്കളുടെ റൂമും അവരുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണത് നല്ലതാട്ടോ. നമുക്കറിയാവുന്ന മക്കൾ, എന്നാലും എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഇതാണ് അവളുടെ റൂം, അവളുടെ സ്റ്റഡി ടേബിൾ. കുറച്ചധികം ബുക്കുകളുണ്ട്. അവള് സ്വന്തമായിട്ട് അവൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള എന്റെ എടുത്ത ബുക്കുകളുണ്ട്. അപ്പൊ ഈ സ്റ്റഡി ടേബിൾ ഞാനൊരു 5 ക്ലാസ് പഠിക്കുമ്പോഴാണ് മേടിച്ചത് കേട്ടോ. അപ്പൊ അവളുടെ ടൈം ടേബിൾ ആണ് ഈ സൈഡിൽ കാണുന്നത്. പിന്നെ ഇപ്പൊ ടൈം ടേബിൾ എന്തോ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളിപ്പോ വേറൊരു ബുക്കിലും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ടീച്ചർ എന്തോ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ അവളുടെ ബോർഡിൽ ഒട്ടിച്ച് വെക്കുക ചെയ്യാറ്. പിന്നെ ഇത് വന്നിട്ട് കുറച്ച് ഫയൽസും ഡയറി, അങ്ങനെ ഡയറി എഴുത്തൊക്കെ ഉണ്ട് ആൾക്ക്. അപ്പൊ പിന്നെ നമ്മുടെ എന്താ പറയാ ജേണല ആ സംഭവം ചെയ്യലൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ അമ്മൂന് ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പൊ അവൾക്ക് അത് നല്ല യൂസ്ഫുൾ ആണ്. അവൾ പ്രൊജക്ട് ചെയ്യാനും അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് അവൾക്ക് പിന്നെ ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക മേശയായിട്ട് എഴുതാനും കൂടി ഉപയോഗിക്കാം. നല്ലൊരു സ്റ്റഡി ടേബിൾ ആട്ടോ അത്. നല്ല വർത്തായിരുന്നു. പിന്നെ അവളാണെങ്കിൽ എന്റെ അമ്മ കൊടുത്തതാണ് ഈ ജപമാല കൊന്ത. അവൾക്ക് കുറച്ച് താല്പര്യം കൂടുതലല്ല. ഞാൻ മക്കളെ അങ്ങനെ ഫോഴ്സ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഇവിടെ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്, ഞാൻ ക്രിസ്ത്യനാണ്. പക്ഷെ ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് എന്റെ മക്കള് ക്രിസ്ത്യനിൽ വളരണം, അവർ അതിൽ വിശ്വസിക്കണം ഒന്നും ഞാൻ പറയാറില്ല. അതൊക്കെ അവരുടെ മുതിരുമ്പോ അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നാണ് വിചാരിക്കാറ്. ഞങ്ങൾ രണ്ടുപേരും നിർബന്ധിക്കാറില്ല കേട്ടോ. ഒന്നിനും അമ്പലത്തിൽ പോകാനാണെങ്കിലും പള്ളി പോകാനാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ ചെന്ന് അവൾ അമ്മയുടെ കൂടെ പള്ളിയിൽ പോകും, അച്ഛമ്മേടെ അടുത്ത് ചെന്ന് അച്ഛമ്മേടെ കൂടെ അമ്പലത്തിൽ പോകും. അങ്ങനെ പിന്നെ അമ്മുന്റെ ഞാൻ എടുത്തു വെക്കുന്നതോറും ഇങ്ങോട്ട് വീഴാം. അമ്മുന്റെ ഇപ്പൊ കഴിഞ്ഞ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ടെസ്റ്റ് പേപ്പർ ആട്ടത്. ടെസ്റ്റ് പേപ്പർ മീൻസ് ഒരു ഓണപരീക്ഷയ്ക്ക് മുന്നേ ഒരു പരീക്ഷ നടത്തിയത് ട്യൂഷൻ ക്ലാസ്സിൽ. അത്യാവശ്യം നല്ല മാർക്ക് വലിയ കുഴപ്പമില്ലാണ്ടുണ്ട്, വെരി ഗുഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടീച്ചറും വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇങ്ങനെയാണെന്ന് വെച്ചാൽ അവളുടേതായിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുണ്ട്. അവളിങ്ങനെ ടെസ്റ്റ് നോക്കി തത്തമ്മ പൂച്ച പഠിക്കണ ആളല്ല. അവൾക്ക് അവളുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ എഴുതാനാണ് ഭയങ്കര ഇഷ്ടം. മാത്സ് ആണ്, ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ കേട്ടോ. പിന്നെ അവളുടെ വാലറ്റ് ആണ് അതിൽ കൂടുതലും അവളുടെ ഹോസ്പിറ്റലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് കാർഡുകളില്ല അതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ചെറിയ വാലറ്റ് അവളുടെ ബാഗിൽ ഉണ്ടായാലും കുറച്ചൊരു പൈസ നമ്മൾ വെക്കും. പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ ഒരു ടേബിൾ ലാമ്പ് വന്നിട്ട് ചേട്ടന് വീട്ടിൽ എടുത്തോണ്ട് ചേട്ടനൊക്കെ പഠിക്കുമ്പോഴാന്ന് തോന്നുന്നുണ്ട് കേട്ടത്. ചേട്ടൻ്റെ അനിയനൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ്.
ഇത് വന്നിട്ട് അവള് പഠിക്കാൻ നേരത്തെ ഇത് ഇടും കേട്ടോ. കാരണം ഈ സൈഡിലേക്ക് അത്ര ലൈറ്റ് പോരാ. അപ്പൊ അതുകൊണ്ട് തന്നെ ടേബിൾ ലാമ്പ് ഇടും. പിന്നെ ഈ ഒരു സ്റ്റഡി ലേബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് മേടിച്ചത്. അടിപൊളിയാട്ടോ അത്. നല്ല യൂസ്ഫുൾ ആയിരുന്നു ഞങ്ങൾക്ക്. അവൾക്ക് കിട്ടാൻ മെയിനായിട്ട്. ഇനി അടുത്തത് വലുതായി വരുമ്പോ ഇത് കണ്ടിട്ട് ഇപ്പോഴേ വേണമെന്ന് പറയുന്നുണ്ട്. ഞാൻ അത് എവിടെ കൊണ്ടുവന്നിടുന്നു എനിക്ക് അറിഞ്ഞൂടാ. റൂമില്ല ഇടാനായിട്ട്. അങ്ങനെ അപ്പൊ ഇതാണ് നമ്മുടെ. പിന്നെ അവൾക്ക് കുറച്ച് കാറുകളോട് ഭയങ്കര ഇഷ്ടം കൂടുതലാ. അപ്പൊ അതിങ്ങനെ കുറച്ച് കളക്ഷൻ അച്ഛനോട് കൈകാലൊക്കെ പിടിച്ചിടയ്ക്ക് വാങ്ങലുണ്ട്. പിന്നെ നമ്മുടെ കുംഫുവിന്റെ കുറച്ച് എന്താ പറയാ ഈ ബെൽറ്റ് ടെസ്റ്റിന്റെയും അതുപോലെ തന്നെ അവളെ ഓരോ ചാമ്പ്യൻഷിപ്പിന് പോണതിന്റെ ഒക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ബോർഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് പരീക്ഷ ടൈമിൽ ഇതിൽ കുറെ വരയ്ക്കണം കാണാം, എഴുതി പഠിക്കലൊക്കെ. അങ്ങനെയാണ്. പിന്നെ ഒരു ഡസ്റ്റ്ബിന്നുണ്ട്. പിന്നെ ചില സമയത്ത് അവള് പതുക്കെ മടക്കി വെക്കും. ചിലപ്പോൾ അവൾക്ക് നേരം കിട്ടില്ല. അപ്പൊ ഞാൻ തന്നെ മടക്കും. അങ്ങനെയൊക്കെയാണ് അവളുടെ വിശേഷം. അപ്പൊ ചേട്ടന്റെ ടിപ്പുവിന്റെ കൂട് കഴുകിയിട്ട് അവന് കാലത്തെ ഫുഡ് കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാട്ടോ. പാർക്കുട്ടി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോ നല്ല മഴയാണ്. ഇന്ന് മഴ ദിവസം കേട്ടോ. ഒരു ട്രിപ്പ് മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുതിർന്ന് കിടക്കുന്നതല്ലൊക്കെ ബ്രേക്കൊക്കെ. അപ്പൊ ഞാൻ ഇന്ന് എണ്ണയും പാക്കും മുട്ടയും കൂടി ഇടാന്ന് വിചാരിച്ചു കേട്ടോ. കാരണം വെച്ചാൽ ഇന്നലെ ഞാനൊന്നും തല കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തല കുളിക്കാൻ മീൻസ് വെറുതെ കഴുകിണ്ടായിരുന്നു, അല്ലാണ്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോഴാണെങ്കിൽ ആകെ നനഞ്ഞോട്ടിട്ടിരിക്കണേ. പിന്നെ ഇന്ന് പാറുവിന് പോകണ്ടല്ലോ. അപ്പൊ ഇത്തിരി സമാധാനം ഉണ്ടൊക്കത്തിനും. പാറുവിന് ഞാനേ മഴ വീണ്ടും പെയ്യുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് ഒന്ന് കഴിഞ്ഞിട്ട് ഒരു 10 മണിക്ക് ആയിട്ട് മേല് കഴിക്കാം എന്ന് വിചാരിച്ചു. അവൾക്ക് ചെറിയൊരു കഫക്കെട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തല വെറുതെ നനച്ച് തുടച്ച് മേല് കഴിച്ചെടുക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പാക്കൊന്ന് ഇട്ടിട്ട് ആ നേരമാകുമ്പോഴേക്കും അവളെ കുളിപ്പിച്ച് എനിക്കും കുളിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പാക്ക് ഇടാം. അതിൻ്റെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട അതേ നമ്മൾ പൊട്ടിച്ച് മുട്ട ഫുള്ള് എടുക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മഞ്ഞയും വെള്ളയും ഒരുമിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട എടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ നിലാ സർബ്സിൻ്റെ ഓയിലാട്ടോ. ഇത് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണ കഴിയാറായി. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ കൂടി ഇങ്ങനെ മിക്സ് ചെയ്യും. എന്നിട്ട് അങ്ങോട്ട് പുരട്ടും. അപ്പോൾ 2 ദിവസത്തിന് മുന്നൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പാക്കുകളൊന്നും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല തലയിൽ. അപ്പം ഞാനിടുന്ന ഷാമ്പും കണ്ടീഷണറും എന്നെ അധികം അറിയാത്തവർ ഇപ്പോഴും ചോദിക്കലുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏതാണെന്നുള്ളത്. അപ്പം ഞാൻ ഇത് നന്നായിട്ട് ഇടട്ടെ കേട്ടോ പാക്ക്. എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയണവർക്ക് അറിയണ്ടാവും. ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പും കണ്ടീഷണർ ഇതാണ്. ഇത് വന്നിട്ട് നിലാ സർബ്സിൻ്റെ നമ്മുടെ അവക്കാഡോ ഹിബിക്കസ് ഷാമ്പു കേട്ടോ. അതായത് നമുക്കിങ്ങനെ ഒരു ജെല്ല് മാതിരി ഇല്ലേ, അതായത് ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് വെള്ളം മാതിരി അങ്ങനത്തെ കളറിൽ, അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള, നമുക്കിങ്ങനെ ഒരു 80% ഹെയറിൽ നിന്ന് ഓയിലൊക്കെ പോവും. നമുക്ക് ഡ്രൈ ആക്കില്ല, നല്ല സ്മൂത്തി മീൻസ് നല്ല സ്മൂത്ത്നെസ് ഉണ്ട് സ്മൂത്തിന്ന്. അപ്പോൾ ഇതാട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ അലോവേര കണ്ടീഷണറാണ്. നല്ല തിക്കായിട്ട് നമ്മുടെ മുടി നല്ല നറിഷായിട്ടൊക്കെ വെക്കും. നല്ല എപ്പോഴും സിൽക്കി സോഫ്റ്റ് ആയിരിക്കാനായിട്ടാണ് കൂടുതൽ ഈ രണ്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ ഡാമേജസ് ഒക്കെ നമുക്ക് ഫ്രീ ആക്കും. ഡാമേജ് ഫ്രീ ആണ് ഇത് ഉപയോഗിക്കുമ്പോൾ കേട്ടോ. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുളിക്കില്ല, കുറച്ച് പേര് പാക്ക് ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഇനി എനിക്കിന്നൊരു ഫേസ് പാക്ക് ഇടണമെന്നുണ്ട്, പക്ഷെ ഒരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷെ പാറു പോവാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇടാം. ഇതാണ് നമ്മുടെ പാക്ക്. ഇത് ഞാൻ എന്താണെന്നുള്ളത് ഞാൻ എന്താ പറയുക കാണിച്ചു തരാം കേട്ടോ. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല. ഗോതമ്പ് പൊടി ഉണ്ട്, പിന്നെ നമ്മുടെ എഗ് വൈറ്റ് ഉണ്ട്, പിന്നെ തൈരുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ കുറച്ച് നമ്മുടെ എന്താ പറയുക മഞ്ഞളുണ്ട്, നമ്മുടെ മറ്റേ എന്തായാലും പറയാം കസ്തൂരി മഞ്ഞൾ, ബട്ടർ വൈറ്റ്, അത്രേ ഉള്ളൂ. അപ്പം അത് നമ്മൾ ഒരുമാതിരി അങ്ങനെ അങ്ങോട്ട് മുഖത്തേക്ക് ഇടാം. നല്ല ഇരുട്ടൂത്തി ആയിട്ട് നിൽക്കണേ. ഇടയ്ക്ക് വെയിൽ ഉദിക്കുന്നുണ്ട്. കുറച്ച് നേരം ഇവിടെ എനിക്ക് ചില സമയത്ത് ഒരു മടി വരും. അപ്പം അങ്ങനെ ഒരു മടിയുടെ പേരിലാണ് നിന്നായിരുന്നത്. പക്ഷേ മടി നമ്മളെവിടെ എത്തിക്കണില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ മടിയിൽ ഓവർകം ചെയ്യണം. ചില സമയത്ത് ഒരു കിളി പോയ മാതിരി തോന്നാറുണ്ട്. എനിക്ക് ആർക്കെങ്കിലും തോന്നാറുണ്ടോ ഇങ്ങനെ? ചില സമയത്ത് അതെങ്ങനെയാണ് അത് വരണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ഹോർമോണൊക്കെ ശരിയായി വരണുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഒരു 5 കൊല്ലം ഇങ്ങനെ എടുക്കുന്നതല്ല പറയണേ. ഇപ്പോൾ 3 കൊല്ലമല്ല ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ചില സമയത്ത് ഒരു കിളി പോയ പോലെ തോന്നും. അതായത് ഇപ്പോൾ ഇങ്ങനെ നാളെ ദിവസം എനിക്കത് തോന്നി ശരിക്കും ചമ്മലതാണ്. ജിമ്മിൽ വന്നിട്ട് എനിക്ക് ലെഗ് ഡേ ആണ് കേട്ടോ.
എന്നിട്ട് എനിക്കാണെങ്കിൽ ഉള്ളത് ലെഗ് ഡേയുടെ കാര്യം ഞാൻ കറക്റ്റായിട്ട് ചെയ്യണതാണ്. എനിക്കിപ്പോൾ കോച്ചില്ലെങ്കിൽ ലെഗ് ഡേക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് പിന്നെ സ്ഥിരമായിട്ട് ഇപ്പോൾ 8-9 മാസമായില്ലേ, എനിക്കറിയായിരുന്നു. പക്ഷെ ഞാൻ അന്ന് പോയിട്ട് അന്ന് കോച്ചുണ്ട്, അപ്പോൾ 1-2 മെഷീൻ വർക്ക് ചെയ്തു. എന്നിട്ട് ഇനി അടുത്തത് എനിക്ക് ചെയ്യാനുള്ള സ്കോട്ടായിരുന്നു കേട്ടോ, അതായത് മറ്റേ സുമോ സ്കോട്ടില്ലേ, അതിന് പകരം ഞാൻ പോയിട്ട് ചെസ്റ്റിൻ്റെ പോയിട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ എന്നിട്ട് അപ്പോൾ കോച്ച് വന്നിട്ട് ചേച്ചി ഇതല്ലല്ലോ നമുക്കെന്താ ചെയ്യണ്ടേ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുക, ഇത് കിളി പോയ മാതിരി. പിന്നീട് എനിക്ക് ആകെ കത്തിയത് കഴിയുമ്പോൾ ഞാൻ ഇത് ചെയ്യണേന്ന്. എനിക്കെന്താ അറിഞ്ഞൂടാ, എന്താണെന്നറിയില്ല. അത് വല്ലപ്പോഴും വരുള്ളൂ. ഇപ്പോൾ ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്കുണ്ടായിരുന്നു ഡെലിവറി ചെയ്യുന്ന സമയത്ത്. ഇപ്പം അത് കുറവായി ആ കിളി പോക്ക്. എന്നിട്ട് എനിക്ക് ആകെ നാണക്കേടായി, ദൈവമേ. അപ്പം ഞാൻ വിചാരിച്ചു സാരില്ല, നമ്മൾ എന്താ പറയുക, നമ്മുടെ കോച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആളത് അങ്ങനെ വിട്ടുവിട്ടാ. അതും ഇങ്ങനെ കളിയാക്കുന്ന നിന്നില്ലേ. പിന്നെ എനിക്കതൊരു നാണക്കേടായി തോന്നി. ചില സമയത്ത് അങ്ങനെ ഒരു കിളി പോയ പോലെ തോന്നാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പം ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഡോക്ടർമാരൊക്കെ അങ്ങനെ വീഡിയോയിലൊക്കെ പറഞ്ഞു കേട്ടു, ഡെലിവറി കഴിഞ്ഞ് പെണ്ണുങ്ങളുടെ ഹോർമോണും എന്താ പറയുക ബ്രെയിനും ഒക്കെ ഒരു കറക്റ്റായിട്ട് ബാക്ക് ടു നോർമലി 5 കൊല്ലം അങ്ങനെ ആവണം ശരിക്കും വരണമെങ്കിൽ. അതായിരിക്കും ബ്രെയിൻ ഇടയ്ക്ക് ഒരു കിളി പോയ അവസ്ഥ. അങ്ങനെ ഞാൻ എൻ്റെ ഫേസ് പാക്ക് ഉണങ്ങുന്ന നേരം കൊണ്ട് എൻ്റെ ബോട്ടില് പിന്നെ ചേട്ടന് ഈ ജഗ്ഗിലെ വെള്ളം കുടിക്കുക, പിന്നെ പാറക്കുട്ടിക്ക് ഇതാ അവളുടെ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനേ ഈ കിളി പോണ കാര്യം പറഞ്ഞത് ആദ്യമൊക്കെ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ഒരു എന്താ എനിക്കിപ്പോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. ചിലർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാല് ഇപ്പൊ ജസ്റ്റ് ജിമ്മിൽ നിന്ന് നമ്മൾ തെറ്റണമെന്നൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷെ എനിക്കത് അറിയായിരുന്നു ഞാൻ അടുത്തത് ഇതാണ് ചെയ്യേണ്ടതെന്ന്. എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ട് ആ ഒരു സംഭവം ചെയ്തത്. പക്ഷെ എന്നിട്ടും കോച്ച് വന്ന് എന്നോട് പറഞ്ഞിട്ടും എനിക്കതിന്റെ മനസ്സിലാവണില്ല. ഇതല്ലായിരുന്നു എനിക്ക് അതാ ചെയ്യേണ്ടതെന്ന് എനിക്ക് എന്റെ ബുദ്ധിക്ക് വരുന്നില്ല സാധനം. പക്ഷെ മനസ്സിൽ എനിക്കറിയാം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നറിയില്ല. സത്യം പറഞ്ഞാൽ കിളിപോയ അവസ്ഥ. അങ്ങനെ നിൽക്കില്ല, ഒരു അത്തേ അവസ്ഥ കേട്ടോ. അപ്പൊ അതാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. അത് ആദ്യം എനിക്ക് കൂടുതലായിരുന്നു. ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ ആ കിളിപോയ സംഭവം ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പൊ അത് നല്ലോണം മാറുണ്ട്. ജിമ്മിലൊക്കെ പോകുമ്പോൾ മെന്റലി കുറെ ഒക്കെ ഓക്കെ ആവുന്നുണ്ട്, റിക്കവർ ചെയ്യുന്നുണ്ട്. എന്നാലും ഇടയ്ക്കാ ഒരു കിളിപോയ അവസ്ഥ. അപ്പൊ ചില സമയത്ത് നമുക്കതൊരു എന്താ പറയാ, നമ്മൾ തന്നെയാകുമ്പോൾ അത് പ്രശ്നമില്ല. പക്ഷെ വേറെ ഒരിടത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ അപ്പൊ അത് ചിലപ്പോ ചിലർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഡെലിവറിക്ക് എല്ലാവരും തടി വെക്കില്ല, ചിലർ തടി വെക്കുള്ളൂ. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ഹോർമോൺ പ്രശ്നം വരുന്നില്ല. അപ്പൊ ചിലർക്ക് വരും. നമുക്ക് പിന്നെ ചീത്ത കാര്യങ്ങളൊക്കെ എന്തായാലും വരും. എന്താ വെച്ചാൽ നമുക്ക് ഈ പേരൻസിന്റെ നല്ല കാര്യങ്ങളൊന്നും കിട്ടില്ല എന്ന് പറയില്ലേ, കഷണ്ടി അതുപോലെ തന്നെ മുടിന്റെ വേഗം നിരക്കിയ ഈ സംഭവങ്ങളൊക്കെ ആദ്യം കിട്ടും എന്ന് പറയില്ല. അതുപോലെ തന്നെ പൊട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം വരും. അങ്ങനെയൊക്കെയാണ് എന്റെ കാര്യം. എനിക്കങ്ങനെ നിങ്ങളോട് മനസ്സ് തുറന്ന് പറയാൻ തോന്നിയിട്ട് എനിക്കത്ര അത് ആ ഒരു സംഭവം എനിക്ക് ഇങ്ങനെ ഞാൻ അന്ന് ഫുള്ള് അത് ആലോചിക്കായിരുന്നു അതിനെ കുറിച്ചിട്ട്. അപ്പൊ അതിന്റെ കാര്യം അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഫേസ് പാക്ക് ഒക്കെ റിമൂവ് ചെയ്തു. നല്ല ഫേസ് പാക്ക് ആട്ടാ. നമുക്കിത് എന്താ പറയാ, നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനൊക്കെ നല്ലതാ. സ്കിന്നൊക്കെ കുറെ കൂടി ഒരു നല്ല സ്മൂത്ത് ആകും. ഗോതമ്പൊടി നല്ലോണം സ്മൂത്ത് ആക്കും സ്കിന്ന്. അങ്ങനെ ഞാൻ ദേ പാറക്കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടി പോയി. അവളെ ഞാൻ മേല് കഴിച്ചു. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് പരട്ടി അങ്ങനെ ഒന്ന് പൊടി ഒതുക്കി, നമ്മുടെ ക്രീം വെച്ച് പൊടി ഒതുക്കിയിട്ട് ജസ്റ്റ് അങ്ങനെ ഒന്ന് മുടി കെട്ടി കൊടുത്തിട്ടുണ്ട്. ജലദോഷം ഇപ്പൊ ഇല്ല, എന്നാലും ചെറിയൊരു ചുമയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അവൾക്ക് ഈ പഴം ഇങ്ങനെ നെയ്യിൽ വരട്ടിയില്ലേ, അത് ഭയങ്കര ഇഷ്ടം. അപ്പൊ അതും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു നേരെ പോയിട്ട് കുളിക്കാന്ന് കേട്ടോ. അപ്പൊ ഞാൻ ദേ കുളിക്കാനായിട്ട് പാറക്കുട്ടീനെ കുളിപ്പിച്ചു. ഇനി കുറച്ച് പണികളുണ്ട്. നമ്മുടെ നിലാസെപ്സിലെ കുറച്ച് ഓഫീസ് വർക്ക്, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി പരിപാടി നോക്കാൻ. ഹലോ, അപ്പം നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് സൂത്രം കാണിച്ചു തരാം. ഇപ്പം എൻ്റെ ലിപ്സ് അത് ഇതുമാതിരിയാണ്, നോർമൽ ലിപ്സ് കേട്ടോ. അങ്ങനെ വല്ലാണ്ട് ഡാർക്ക്നെസ് ഒന്നും ഇല്ല നമ്മുടെ ലിപ് ബാം യൂസ് ചെയ്യണോണ്ട് തന്നെ. അപ്പോൾ പക്ഷെ നമുക്കൊരു ബേബി പിങ്ക് ഒക്കെ ആക്കാനായിട്ട് ഒരു സെക്കൻഡിൽ നമുക്ക് ബേബി പിങ്ക് ആക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഐഡിയ ഒന്നും അല്ലത്, ഇത് ജസ്റ്റ് എടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ബിഫോർ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ആഫ്റ്റർ കാണിച്ചു തരാം. സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഞാൻ പിന്നെ ഒന്നും കാണിക്കുന്നതല്ല, അതുകൊണ്ടാണ് എടുത്ത് കാണിക്കാൻ. ജസ്റ്റ് നമ്മൾ ഇത് കുറച്ചെടുത്തു. അതെ, ഇത് രണ്ടിന് വ്യത്യാസം കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആദ്യം അടിയിൽ അപ്ലൈ ചെയ്യാം. കണ്ടോ, ഒരു നോർമൽ നമ്മുടെ ബേബീസിൻ്റെ ഒരു കുഞ്ഞു ആ സോഫ്റ്റ് ആയിട്ടുള്ള ബേബി ലിപ്സ് മാതിരി ഇരിക്കണത് അടിയിൽ കേട്ടോ. ജസ്റ്റ് 2 സ്വൈപ്പ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ കുറച്ചെടുത്തിട്ട് മുകളിലും കൂടി ഒന്നത് ഫില്ല് ചെയ്യാം. നമ്മുടെ മുകളിലത്തെ ലിപ്സ് കുറച്ച് ഡാർക്ക് ആവില്ല, എല്ലാവരും അങ്ങനെ തന്നെയാവും. പക്ഷെ എന്നാൽ പോലും നമുക്ക് നമ്മുടെ ഈ നാച്ചുറൽ നമ്മുടെ ഈ ടിൻറ്റഡ് ലിപ് ബാം കണ്ടില്ലേ, അത്ര പെട്ടെന്ന് നമുക്ക് അവർ ബേബി പിങ്ക് ആക്കും. അതായത് നമുക്ക് ജസ്റ്റ് നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോഴും ജസ്റ്റ് ഒരു നോർമൽ ഒരു റീൽ എടുക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് നമുക്കൊരു
ചെറിയൊരു ടിൻറ്റ് മതി എന്നൊക്കെ ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലിപ്സ്റ്റിക്കൊന്നും താല്പര്യമില്ലാത്തവർക്കും നമുക്കൊരു നാച്ചുറൽ ചുണ്ട് ആ ബേബി പിങ്ക് കളർ കിട്ടണമെങ്കിൽ ഇത് മതി. ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് നമ്മുടെ ലിപ്സ് ബേബി പിങ്ക് ആക്കാം. ചേടാ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാട്സപ്പ് നമ്പർ ഉണ്ട് കേട്ടോ, വാട്സപ്പ് ചെയ്താൽ മതി. ഹലോ. അപ്പൊ പാറക്കുട്ടി ചോറ് കഴിച്ചു. പാറക്കുട്ടിയുടെ ഉച്ചക്കലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ചേട്ടൻ ജോലി ഉണ്ട്, അപ്പൊ ആള് പോയേക്കാണ്. അപ്പൊ ആള് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അതിനിടയിൽ എനിക്ക് കുറെ പണി ഉണ്ടായിരുന്നു, ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറച്ചധികം നമ്മുടെ നിലാസബ്സിലത്തെ കുറച്ചൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാറുണ്ട്. അപ്പൊ അതായത് നമ്മുടെ ഓഫീസ് വർക്കുകൾ, അപ്പൊ അത് നോക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാറക്കുട്ടിയെ വലിച്ചു പൊട്ടിക്കില്ലേ, വീഴല്ലേ കേട്ടോ. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അപ്ഡേറ്റ് ഒന്നും എന്തെങ്കിലും പറയാനും നേരം കിട്ടിയില്ല. അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ ഇനി ഇപ്പൊ ഇത് മാസാവസാനാണ്. അപ്പൊ ഇനി 2 ദിവസം കഴിഞ്ഞാൽ അടുത്ത മാസമായി, നമ്മുടെ ഓണമാസമായി. അപ്പൊ ഞങ്ങൾ ഈ മാസാവസാനം അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയില് ഫസ്റ്റത്തെ ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് സാധനങ്ങളൊന്ന് പർച്ചേസ് ചെയ്യാൻ പോവാറുണ്ട്, മാസത്തിലൊരിക്കൽ. പിന്നെ എന്തെങ്കിലും അല്ലറ ചിലർക്ക് ചേട്ടൻ പുറത്തു പോകുമ്പോഴൊക്കെ മേടിക്കും, പാൽ അങ്ങനത്തെ വല്ല ഐറ്റംസ് ഒക്കെ, തൈര് കഴിയുമ്പോഴൊക്കെ. ബാക്കിയൊക്കെ ഞങ്ങൾ ഒരു മാസം ഇങ്ങനെ വട്ടെത്തിക്കും. അപ്പൊ ഇന്ന് ഞാൻ ചേട്ടൻ പറഞ്ഞു പാറക്കുട്ടിക്കാണെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഡോണറ്റ് മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ പാറക്കുട്ടി അതിന് വേണ്ടിയിട്ട് നിൽക്കുക. അപ്പൊ ഇന്ന് ഇനി പാറക്കുട്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ ടീച്ചർ ഇല്ലാത്തതുകൊണ്ട്, ഞാൻ ലീവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വിട്ടുകിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പാറക്കുട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് പോവാന്ന് പറഞ്ഞു. അപ്പൊ കാലത്ത് പോവാന്ന് വിചാരിച്ചതാ, പൊട്ടിക്കല്ലേ, പൊട്ടി പോവും, വലിക്കല്ലേ. അപ്പൊ കുറച്ചധികം പണികൾ തീർക്കാനും അർജന്റായുള്ളത് കൊണ്ട് തന്നെ വീഴും പാടും, കുറുമ്പിന്റെ അങ്ങനെയൊക്കെയാണ്. അപ്പോ എന്താ പറയാ, ഞങ്ങള് പണികൾ തീർത്തിട്ട് ഉച്ചരിഞ്ഞ് പോകാന്ന് വെച്ചതാണ്, കാലത്ത് പോകാന്. അപ്പൊ നമുക്കിനി ഫുഡ് അടിച്ചിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനം മേടിക്കാൻ വേണ്ടി പോവാം. അങ്ങനെ പറയാൻ പാടില്ല നോനു. ബാഡ് ഗേൾ ആണോ പറ, ഗുഡ് ഗേൾ ആണോ ബാഡ് ഗേൾ ആണോ പറ, എന്ത് ഗേളാ പറയ്. അപ്പൊ ഒരു ഗേളും അല്ല അല്ലേ, ഗുഗേളാണ് പാറു. അപ്പൊ അങ്ങനെ പറയില്ല, വീഴും വീഴും. അപ്പൊ അങ്ങനെ പാറക്കുട്ടിക്ക് പിന്നെ ചെറിയ ജലദോഷം 2 ദിവസം മുന്നേ ഈ നീരിളക്കവും തുമ്മലും ഭയങ്കര പനി ഞാനില്ല. ഇപ്പൊ അതിപ്പോ ജലദോഷം ബാക്കിയൊക്കെ മാറി, ജലദോഷം ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ കഫക്കെട്ട് പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തലയൊന്നും കുളിപ്പിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പൊടി ഒതുക്കി നമ്മുടെ സെറ്റിംഗ് ക്രീം ഇല്ലേ, നിലാസബ്സിന്റെ ക്രീം, ജസ്റ്റ് ഒന്ന് പരട്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്കിനി ഫുഡ് അടിക്കണ നേരത്തെ കാണാം. ചേട്ടൻ വന്നിട്ട് ഫുഡ് കഴിക്കുക, ഡ്രസ്സ് മാറാ, പോവാ. അതാണ് പരിപാടി. അവിടെ പോവല്ല, വീഴും. തിണ്ണേമയാണ് നിക്കണത്. കുറുമ്പാണ്, കുറുമ്പാണ്, കുറുമ്പാണ്. വലുതാവെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഞാൻ കുറുമ്പ് കൂടി കൂടി വരുന്നുണ്ട്. അടിച്ചിട്ടമ്മ അച്ചിട്ട് അച്ചിട്ട് അതൊക്കെ ഒന്ന് വീഴുന്നു. അപ്പൊ നമ്മള് ഫുഡ് അടിക്കുമ്പോ കാണാം. അങ്ങനെ പാറക്കുട്ടിക്ക് ഞാൻ അവൾക്ക് ഉണക്കപ്പയർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ കുറച്ച് മോര് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കൂട്ടിയിട്ട് കൊടുത്തേട്ടോ. എനിക്കിത് നമ്മുടെ ഇന്നത്തെ ഫുഡുകൾ തന്നെ 2 മണി ആവാറായിട്ട് ചേട്ടൻ വന്നപ്പോ. അങ്ങനെ അതെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ നേരെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പോണെന്ന്. അപ്പൊ ഇവരിതേ അച്ഛനും മോളും എന്നിട്ട് തരണേന്ന് അറിയും, റിമോട്ടാണ് തെരഞ്ഞു നടക്കുന്നത്. കാരണം പാർക്കുട്ടി റിമോട്ട് വർക്ക് ചെയ്യിക്കാൻ അറിയാം. അതായത് ചാനൽ, അതായത് നമ്മളിപ്പോ പ്രൈമാണ്, ആമസോൺ പ്രൈമാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെല്ലാതും എടുക്കാനും നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, യൂട്യൂബ് എല്ലാം റിമോട്ടിൽ പരിപാടി ചെയ്യാൻ അറിയാം. അപ്പൊ ആള് ഒളിപ്പിച്ച് വെക്കലും പരിപാടി കുറച്ച് കൂടുതലാണ്. അത് കാണാനില്ല, അവൾക്ക് തന്നെ ഓർമ്മയില്ല എവിടെ വെച്ച്. അങ്ങനെ അച്ഛനും മോളും തരയാ. എനിക്ക് പിന്നെ TV കണ്ടിട്ട് ഭക്ഷണം കഴിക്കണമെന്നൊന്നുമില്ല. ആൾക്ക് ന്യൂസ് വല്ലപ്പോഴും കാണണേ. അപ്പൊ അതുകൊണ്ട് അച്ഛനും മോളൊക്കെ അവിടെ തെരഞ്ഞു വരട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഇത് അച്ഛനൊന്നും അധികം മാറാല്ലേ ഡ്രസ്സ്, ആൾക്കൊരു മുണ്ടെടുത്ത് കൊടുക്കുക, ഷർട്ടിടെ പോവാന്ന് പറയും. അപ്പൊ നമുക്ക് മാറാനുള്ള നേരം കിട്ടില്ല. അപ്പൊ ആകെ പോണത് ഇപ്പൊ അങ്ങോട്ടൊക്കെയാണ്, സൂപ്പർ മാർക്കറ്റൊക്കെയാണ്. പുറത്തേക്ക് ഇറങ്ങലേ കുറവാ. അമ്മൂന് കുറെ പഠിക്കാനും അവൾക്ക് ട്യൂഷനും ഇപ്പൊ 9th 9th 10th ഒക്കെ ആകുമ്പോൾ നമ്മുടെ യാത്രകൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് അവളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അധികം ഇങ്ങനെ പോവാറില്ല ഇങ്ങോട്ടും. അപ്പൊ ഞാനൊന്നും ഒരുങ്ങാന്ന് വിചാരിച്ചു. ഞാനപ്പോ ഒരു എടുത്തു വന്നപ്പോ കയ്യിൽ കിട്ടിയത് ബ്ലാക്കോ. ഞങ്ങൾ എപ്പോ കിട്ടാലും അവസാനം എത്തിപ്പെടെ ബ്ലാക്കിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ചെറുതായിട്ടൊരു എന്താ പറയുക സൺസ്ക്രീനും മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടു, ചെറിയൊരു ടിന്റ് ഇട്ടു ഫേസിൽ. പിന്നെ മുടി കെട്ടാൻ ഞാൻ അങ്ങനെ വലിയ ടിന്റിന്റെ അധികം ആവശ്യമില്ല. എന്നാലും നമ്മൾ കണ്ണിന് ചുറ്റൊക്കെ ഒന്നൊരു ഡൾനെസ് ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി നമുക്കൊരു കണ്ണൊന്ന് ജസ്റ്റ് ഒരു ബ്രൈറ്റൻ പോലെ തോന്നിച്ചാൽ തന്നെ നമ്മുടെ മുഖത്തും ഫ്രഷ് ഫീൽ ഉണ്ടാവും. അങ്ങനെ അതേ മുടി ഞാൻ അഴിച്ചിടണുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉള്ളിൽ അങ്ങോട്ട് വല്ലാണ്ട് ഉണങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പാർക്കുട്ടി ഞാൻ
ഞാൻ ഇത് ചെയ്യണ നേരം കൊണ്ട് അവിടെ ഫുള്ള് ബാക്കിൽ നിന്നിട്ട് ചെയ്യണമെന്നറിയോ, മഴവില്ല് വരയ്ക്കുക. അതായത് പേനോണ്ട് ഇങ്ങനെ മാതിരി ഇങ്ങനെ വരച്ചിടുക, ഫുള്ള് മഴവില്ല് വരയ്ക്കുക. അതാണ് ആളുടെ പരിപാടി. അങ്ങനെ ഞങ്ങളുടെ ചുമര് മൊത്തം കേട്ടോ പാറുക്കുട്ടിയുടെ മഴവില്ല് വരെയും അതുപോലെ തന്നെ ഭയങ്കര ചിത്രപ്പണികളൊക്കെ. ഇപ്പൊ എയും ബിയും ഒക്കെ പഠിക്കുന്നതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ, അതുപോലെ തന്നെ എന്നിട്ടാണ് സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, ഇതൊക്കെ വരയ്ക്കലാണ് ആളുടെ പണി. ചുമര് മൊത്തം. ഞാൻ പറയും പഠിക്കാൻ പോയി കഴിഞ്ഞ് ഇനി തുടങ്ങിയിട്ട് നമ്മള് ബുക്കിലാണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാലും ആൾക്ക് പറ്റില്ല. ആൾക്ക് കിട്ടുമ്പോ എവിടെയാണോ കണ്ട അവിടെ വരയ്ക്കണം. അങ്ങനെ ഞങ്ങള് പാറുക്കുട്ടീനും കൂടി മാറ്റി നമ്മൾ ഞങ്ങനെ ഇറങ്ങാട്ടോ. അപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങി. പാറുക്കുട്ടിക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇങ്ങനെ വരാനും. അവൾക്ക് ഒന്നാമത്തെ ഇഷ്ടമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഉറക്കം വന്നിട്ട് അവൾ ഉറങ്ങിയിട്ടോ. മെയിൻ ആയിട്ട് എന്നിട്ട് കാര്യം എന്ന് അറിയുമോ, എനിക്ക് പച്ചക്കറി പറക്കി തരാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയപ്പോ പാറുക്കുട്ടി നമുക്ക് എത്തി എന്ന് പറഞ്ഞു. പക്ഷെ പാറുക്കുട്ടി ഞങ്ങള് സീറ്റിലായിട്ട് എപ്പോഴും ഇരുത്താം. ഒരു 4 വയസ്സ് വരെ സീറ്റിലിരുത്തുന്നത് നല്ലത്. പിന്നെ അവൾക്ക് ഈ ചോക്കോസ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വല്ലപ്പോഴും, എല്ലാ പ്രാവശ്യം പോകുമ്പോൾ മേടിക്കില്ല, വല്ലപ്പോഴും മേടിക്കും. പിന്നെ ഇതുപോലെ ഉള്ളി പറക്കി തരാനും എല്ലാവരും ഞങ്ങളെ നോക്കായിരുന്നു. ഈ ചീടിങ്ങനെ നിന്ന് പറക്കണ കേട്ടേ. അപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചാൽ എന്നും പറക്കൂട്ടെ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും. അപ്പൊ ആദ്യം ഞാൻ ഈ ഇതിലിരുത്താ പതിവ്, നമ്മുടെ ഈ ട്രോളിയിൽ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അത് അതിലിരുത്തണില്ല. പിന്നെ ഞാൻ അവൾക്ക് ഇറങ്ങി ഇങ്ങനെ പറക്കണം എന്ന് പറഞ്ഞ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ അധികം പുറത്തേക്ക് ഇറക്കിയിട്ട് അവൾ ഇങ്ങനെ വിടും. അപ്പൊ ആളുടെ ഡോണറ്റ് ഉണ്ടോ നോക്കാൻ പോയതാട്ടാ പോയത്. പിന്നെ ഇവിടെ മീനുണ്ട്, ആ മീനിനെ പോയി നോക്കും. അത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പ്രാവശ്യവും നോക്കാം മീനുകളെ. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് പാർക്കുട്ടീനാണെങ്കിൽ അവിടെ എല്ലാവരും കൂടി നടക്കുക. ഇടയ്ക്കിടയ്ക്ക് കാണാണ്ടാവും. എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ഇടയ്ക്കിടയ്ക്ക് കാണാണ്ടാവും ആള്. പാറന്നിട്ട് കഴിക്കണേ പാർക്കുട്ടിക്ക് ഡോണറ്റ് മേടിച്ചു, അമ്മൂനൊരു ബർഗർ മേടിച്ചു. ഞങ്ങളുടെ എന്താ പറയാ ചീറ്റ് ഡേ എന്നാണ്. ഞാൻ മനസ്സില്ല, പിള്ളേർക്ക് വാങ്ങിക്കണത്. പിള്ളേരുടെ ചീറ്റ് ഡേ ആണ്. ചീറ്റ് ഡേ എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ബർഗർ. ഞങ്ങള് വീട്ടിലൊന്നും മേടിക്കാറില്ല, വേറെ പലഹാരങ്ങളൊന്നും അങ്ങനെ പുറത്തൊന്നും മേടിക്കാറില്ല. അതുകൊണ്ട് അത് മേടിച്ചു. ഞങ്ങൾ ആകെ മേടിക്കുന്നത് കണ്ടിട്ടുണ്ട് പോയി ഷവായി ചിക്കൻ ഇല്ലേ, അതാണ് ഇപ്പൊ എന്താ പറയാ കഴിക്കുകയാണെങ്കിൽ ഒരു ഹാഫ് മേടിക്കും ആഴ്ചയിൽ ഒരിക്കൽ. അതാണ് ഞങ്ങളുടെ ചീറ്റ് ഡേ. അന്ന് ഞങ്ങൾ എല്ലാവരും അത് കഴിക്കും. പിന്നെ ആർക്കും ഇല്ലേ ചീറ്റ് ഡേ. ആഴ്ചയിൽ വേറെ ഒറ്റ ദിവസം ഞങ്ങളൊന്നും കഴിക്കില്ല. ഐ മീൻ ഇങ്ങനെ പൊട്ട സാധനങ്ങള്, അല്ല ഷവായി ജങ്ക് അല്ലെങ്കിലും നമുക്ക് പുറത്തുനിന്ന് കഴിക്കണ സാധനം അതാണ്. ബാക്കിയൊക്കെ ഞങ്ങളെല്ലാരും ഹെൽത്തി കൂട്ടന്മാരായി ഇപ്പൊ, പിള്ളേരടക്കം. അല്ല ഞങ്ങള് പറയാം അസുഖം ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാം. അതൊക്കെ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന കാര്യം. വെള്ളം അയ്യോ നമ്മള് വെള്ളം കൊടുന്നില്ല പാറോ. അയ്യോ ഇപ്പൊ വീടെത്തൂട്ടോ, അപ്പൊ നമുക്ക് കുടിക്കാം. ഹലോ, അങ്ങനെ നമ്മളുടെ വീട്ടിലെത്തിട്ടോ. അപ്പൊ ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ നീലമാങ്ങില്ലേ അത് കണ്ടു. അപ്പൊ 3 കിലോ 100 രൂപ. അപ്പൊ മാങ്ങ മേടിച്ചു. നമ്മൾ ഈ മധുരമൊക്കെ ഒഴിവാക്കി ഇരിക്കണതല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നമുക്ക് മധുരം കഴിക്കാൻ തോന്നുമ്പോ മാങ്ങ എപ്പോഴും കഴിക്കത്തൊന്നുമല്ല, നല്ല ഷുഗർ കണ്ടന്റ് ഉള്ളതാ. എന്നാലും ഇടയ്ക്കൊക്കെ കഴിക്കാമല്ലോ. പിന്നെ ഞാൻ അങ്ങനെ മിക്സ്ഡ് തട്ടല്ല കേട്ടോ, പതുക്കെ മിക്സ്ഡ് ആക്കിയിട്ടാ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് മധുരമുള്ളതും കുറച്ച് പച്ച മധുരമുള്ളതും. അപ്പൊ ഇന്ന് ഞാൻ ഈ വൈകുന്നേരം ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുന്നു വിചാരിച്ചിട്ടുണ്ട്. 5 മണി 5:30 ആക്ച്വലി ഞാൻ കഴിക്കണ സമയമായിട്ടോ. അപ്പൊ നേരം വൈകി. അപ്പൊ അല്ലെങ്കിൽ സാലഡൊക്കെ മേടിക്കാറുണ്ട്. ഇന്നൊന്നും മേടിച്ചില്ല, കാരണം ഉച്ചയ്ക്കല്ലേ നമ്മള് ഫുഡ് കഴിച്ചിട്ടില്ല പോയത് സൂപ്പർ മാർക്കറ്റിലേക്ക്. അപ്പൊ കാപ്പി കുടിക്കുക പ്ലസ് എന്തെങ്കിലും കഴിക്കാം ചെറുതായിട്ട്. അതാണ് ഇന്നത്തെ പരിപാടി വിചാരിച്ചിട്ട്. അപ്പൊ ഇനി നമ്മുടെ ചിക്കൻ സാലഡ് ഉണ്ടാക്കണം. പിന്നെ സാധനങ്ങൾ കുറച്ച് കൊതിക്കി. പിന്നെ പാറുവിന് അമ്മൂനൊന്ന് ബ്രെഡ് മതി എന്ന് പറഞ്ഞിട്ടില്ല. പാറുവിന് ബ്രെഡും ബട്ടറും, അമ്മൂന് സാമ്പാറും ബ്രെഡും. അപ്പൊ അതൊന്ന് ബ്രെഡ് ഇങ്ങനെ ആവി കയറ്റിട്ട് വേണം കൊടുക്കാൻ. നമുക്ക് ഭയങ്കര ഇഷ്ടം ആവി കയറ്റണം. അപ്പൊ അതാണ് ഇന്നത്തെ പണിയിട്ട. അപ്പൊ നമ്മുടെ അമ്മു വന്നു. അമ്മുവിന് ഞാൻ ചിക്കൻ ബർഗർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം. അപ്പൊ അവൾക്ക് അത് കഴിച്ചിട്ട് അവളതേ കുറച്ചു നേരം TV കാണാൻ വേണ്ടി ഇരിക്കട്ടെ. അവളേതോ വെനസ്ഡേ അങ്ങനെ ഏതാണ് കാണുന്നത്. പാറക്കുട്ടി ഞാൻ ഇവിടെ കിടന്ന് കുസ്തി പിടിച്ച് മാറണ്ട്. ക്യാമറ കണ്ട കൂടെ ഉള്ള കുസ്തി. ഞങ്ങള് ചെറി മേടിച്ചിട്ടുണ്ടായിരുന്നു, മധുരമുള്ള ചെറിയില്ലേ, അത് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പാറുവിട്ട് കുഞ്ഞു പാക്കറ്റ്, ഒരു 5-6 ഉണ്ടാവും അങ്ങനത്തെ ഒരു പാക്കറ്റ്. അങ്ങനെ ഒരു കൊറിയർ വന്നിട്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി പറയാറുള്ള സംഭവത്തെ കുറിച്ചിട്ട് ഫ്ലിപ്കാർട്ടിന് മേടിച്ചതാട്ടോ. അതാണിത്. അപ്പൊ ഞാൻ ജസ്റ്റ് കവറൊന്ന് ഓപ്പൺ ചെയ്ത് പൊട്ടിച്ചു. അപ്പോഴാണ് എനിക്ക് ഓർത്തത് ഞാൻ നിൽക്കും കൂടി ചില സമയത്ത് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നു പോകും, വ്ളോഗ് എടുക്കണ കാര്യം. അപ്പൊ ഇതായിട്ട് സംഭവം വേറെ ഒന്നല്ല, എന്റെ ഡാർക്ക് ചോക്ലേറ്റ് കഴിഞ്ഞു. അപ്പൊ ഞാനത് വീണ്ടും റീപർച്ചേസ് ചെയ്തതാണ്. ഞാൻ നിങ്ങളോട് പറയില്ലേ ഞാൻ മേടിക്കാറുണ്ടെന്നുള്ളത്. ഇത് വന്നിട്ട് കഴിക്കണ ചോക്ലേറ്റ്, അതായത് മധുരം ഇല്ലാത്ത കയ്പ് മാത്രമുള്ള ചോക്ലേറ്റ്. 99% കൊക്കോ ആണത്.
ട്ടാ. ഞാൻ ഇങ്ങനെ 2 മേടിക്കുക. മുന്നേ വാങ്ങിച്ചത് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത്. ഇത് ഓൺലൈനിൽ കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നും ഇല്ല. അതെങ്ങനെ ഇത് കുറെ നാളിരിക്കും കേട്ടാ. അത്യാവശ്യം വലിയ ബാറ അത്ര ഉണ്ട്. കുഞ്ഞു കുഞ്ഞു കഷ്ണം കഴിക്കുള്ളൂ, എന്നൊന്നും കഴിക്കൂല. അപ്പൊ എന്തായാലും എന്താ എന്താണെന്നറിയില്ല, എനിക്ക് 6 മണിയാകുമ്പോഴേക്കും ഉറക്കം വരാം. അപ്പൊ ഞാൻ ഒരു കുറച്ച് കാപ്പി മധുരം എടുത്തു, പിന്നെ കുറച്ച് നട്ട്സ് ഒരു പിടി എടുത്തു. അതിന് ബാറും കഴിക്കുന്നുണ്ട്. അപ്പൊ അതാണ്. പിന്നെ എനിക്ക് ഉറക്കം വന്നിട്ട് എന്താന്ന് അറിഞ്ഞൂടെ, 7 മണിയാകുമ്പോ എന്റെ കണ്ണിങ്ങനെ വിട്ടഞ്ഞ് ഭയങ്കര ക്ഷീണം പോലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പാറക്കുട്ടിക്ക് എന്നെയും കൊണ്ട് അവള് പിന്നെ ഞാൻ കിടന്ന് എന്റെ കൂടെ കിടന്ന് അങ്ങനെ ഉറങ്ങും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോയി കിടക്കാന്ന് വിചാരിച്ചു. പാറക്കുട്ടിക്ക് നാളെ സ്കൂളിലേക്ക് ക്ലേ കൊണ്ടുവരാൻ പറഞ്ഞ തന്നെ അവളിത് ക്ലേയില് കളിക്കായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരെടുത്തിട്ട് കളി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പോയി കിടക്കാന്ന് വിചാരിച്ചു. അമ്മ ആണെങ്കിൽ പഠിച്ചൊരു 10 മണിയാകുമ്പോഴാണ് കിടക്കുക. ഞാൻ ഉറങ്ങില്ല, അമ്മ വന്ന് ഉറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ഉറങ്ങുള്ളൂ. എന്നാലും പോയി കിടന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷിച്ച് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.